കാരണം കേരളത്തിൽ ഇപ്പോൾ തരൂരിന് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് സ്വന്തം പാർട്ടിയുമായി ബന്ധപ്പെട്ട് വലിയ വേദികളില്ല. കോൺഗ്രസിൻ്റെ ഒരു പരിപാടിയിൽ തരൂരിനെ കണ്ടിട്ട് നമ്മളിപ്പോൾ എത്രയോ കാലങ്ങളായി. മുരളീധരനും ഉണ്ണിത്താനുമൊക്കെ തരൂരിനെ പാർട്ടി വേദികളിൽ ഇരുത്തരുതെന്നും പാർട്ടിയുടെ പല പരിപാടികളിലും ക്ഷണിക്കരുതും എന്നും തുടർച്ചയായി ആവശ്യപ്പെടുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. സമീപകാലത്തായി തരൂർ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടും നമുക്കറിയാം. സമീപകാലത്ത് ക്രിസ്ത്യൻ സഭകൾ കോൺഗ്രസിൽ എത്രത്തോളം അകന്നു എന്ന് നമുക്കറിയാം. മുന്നണികൾ, കേരളത്തിലെ പ്രബലരായ രണ്ട് മുന്നണികൾക്കെതിരെയും പല അഭിപ്രായങ്ങളും പങ്കുവച്ച് വൈദിക ശ്രേഷ്ഠന്മാരടക്കം പറയുന്ന പശ്ചാത്തലമുണ്ട്. അവർ തങ്ങളുടെ വേദനകൾ കേൾക്കാൻ ആരുമില്ല എന്ന് പറയുന്ന പശ്ചാത്തലമുണ്ട്. അവിടെയാണ് തരൂർ എന്ന കോൺഗ്രസിനോട് കലഹിച്ച് BJP-യോട് ഒരുപക്ഷെ മോദിയോടൊക്കെ ആഭിമുഖ്യം പുലർത്തുന്ന ഒരാൾക്ക് ഇത്രയധികം വേദികൾ നൽകുന്നത്. അത് കോൺഗ്രസ് പാർട്ടിയെ ചൊടിപ്പിക്കുമെന്ന കാര്യം കൃത്യമായി സഭകൾക്കറിയാം താനും. പക്ഷേ അത് അവഗണിച്ചുകൊണ്ട് തരൂരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സന്ദേശം കോൺഗ്രസിനെ പോലെ രാഷ്ട്രീയ കക്ഷിക്ക് നൽകുക എന്ന സൂചന കൂടി ഇതിലൂടെ സഭകൾ കാണുന്നുണ്ടാകുമല്ലോ സ്വാഭാവികമായും. തീർച്ചയായും അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും, മനസ്സിലാക്കേണ്ടി വരും രഞ്ജിത്ത്. അതിൽ യാതൊരു സംശയമില്ല. നോക്കൂ, ഇതിലും ഉന്നതരായ പല നേതാക്കളെയും ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഒക്കെ പാലാ രൂപത പോലെ ഒരു രൂപത വിചാരിച്ചാൽ എത്തിക്കാവുന്നതേ ഉള്ളൂ, അത്തരം പരിപാടികളിൽ പങ്കെടുപ്പിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ സമയത്ത് എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ തരൂര് അവഗണിക്കപ്പെടുന്നു കേരളത്തിലെ കോൺഗ്രസിൽ എന്ന നിലയുണ്ടാകുന്ന ഒരു സമയത്ത് അവഗണിക്കപ്പെടേണ്ട ആളല്ല തരൂർ എന്ന കൃത്യമായ സന്ദേശം തന്നെയാണ് ഫലത്തിൽ ഈ ഒരു പരിപാടിയുടെ ആകെയുള്ള പരിപാടി. അതായത് ഇതിൽ കൂടുതൽ കൂടുതൽ സമയം സംസാരിക്കുന്നത് ഒന്ന് തട്ടിൽ പിതാവാണ്. അതായത് പിന്നെ സീറോ മലബാർ സഭയുടെ അധ്യക്ഷനാണ് സംസാരിക്കുന്നത് 15 മിനിറ്റ്, മറ്റൊരാൾ 10 മിനിറ്റ് സംസാരിക്കും. ബാക്കി എല്ലാവർക്കും മറ്റ് ഇപ്പോൾ യാക്കോബായ സഭ അധ്യക്ഷന് പോലും 6 മിനിറ്റ് ആണ് ഉള്ളത്. അങ്ങനെയൊക്കെയാണ് ഈ പരിപാടി വളരെ ആസൂത്രിതമായി ഫലത്തിൽ കൃത്യ സമയനിഷ്ഠയോടുകൂടി പോകാനുള്ള ഒരു നിലയിലാണ് ഇത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അവിടെയാണ് തരൂർ എത്തുന്നത് എന്നുള്ളതാണ്. തരൂരിന് വേദി കൊടുക്കുന്നത് സഭ എന്നുള്ളതാണ്. തരൂരിന് വേദി കിട്ടാതെ കേരളത്തിൽ നടക്കുമ്പോൾ ഇന്നലെ CMS കോളേജിൽ നടന്ന പരിപാടിയിൽ കേരളത്തിന്റെ വികസനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഫലത്തിൽ തരൂരിനോട്. ആ ഒരു ആംഗിളായിരുന്നു ഫലത്തിൽ ഇന്നലത്തെ ഒരു ടോക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ വളരെ കൃത്യമായി വളരെ നിഷ്കളങ്കമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം സഭാ പരിപാടികളിലെ നേരത്തെയും പങ്കെടുത്തിട്ടില്ലേ എന്ന് തോന്നും. പക്ഷേ ഇപ്പോഴത്തെ ശശി തരൂരിന്റെ നിലപാടുകൾ കേന്ദ്ര സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്നത് മോദി സ്തുതി അടക്കമുള്ള സമയത്ത് തരൂരിനെ ഒപ്പം ചേർത്ത് നിർത്തുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമായി നമുക്ക് എന്തായാലും നിലവിൽ കാണാൻ കഴിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത് തരൂരിന്റെ BJP പ്രവേശനത്തിലേക്കുള്ള സാധ്യതകളുടെ ഭാഗമായാണോ എടുത്തത് എന്നൊക്കെയുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും രഞ്ജിത്ത്. ഒപ്പം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത നേരത്തെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ പാലാ രൂപതയുടെ പരിപാടിയാണ്. പാലാ രൂപതയുടെ പരിപാടിയിൽ ഇന്ന് ഒരുമിച്ചെത്തുന്നത് സണ്ണി ജോസഫും ശശി തരൂരുമാണ്. സഭകളുടെ പ്രിയപ്പെട്ട ഒരാൾ കൂടിയാണ് സണ്ണി ജോസഫ്. സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷനാക്കുന്നതിലൂടെ സമീപകാലത്ത് തങ്ങളിൽ നിന്ന് അകന്ന ക്രിസ്ത്യൻ സമുദായത്തെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തെ കുറച്ചുകൂടി നടിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി ദീർഘകാലമായി നമുക്കറിയാം. കോൺഗ്രസിനൊപ്പം UDF-നൊപ്പമൊക്കെ ആയിരുന്നു സഭകൾ. പലവിധ സംഭവവികാസങ്ങളും സഭകളെ അകറ്റിയ പശ്ചാത്തലമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ഏതാണ്ട് ഒന്ന് ഫലം ചെയ്ത പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. അതിനുശേഷം സണ്ണി ജോസഫും തരൂരും ഒരുമിച്ച് വേദി പങ്കെടുത്തു എന്ന പ്രത്യേകത കൂടിയുണ്ട്. അവർക്കും സംസാരിക്കാനുണ്ടാകും. ഒരുപക്ഷെ അവരുടെ ഓരോ ആംഗ്യങ്ങളും അവരുടെ സൗഹൃദങ്ങളും ഒക്കെ ഇത് ചാനലുകൾക്ക് വിരുന്നുമാകും. രഞ്ജിത്ത്, തീർച്ചയായും. കാരണം കുറച്ചു കാലമായി ഇങ്ങനൊരു വേദി പങ്കിടൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കൗതുകം നിറഞ്ഞ ആ കാഴ്ചകൾ കൂടി ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ നേതാക്കളാണ്, അവർ വളരെ സൗഹൃദപരമായി തന്നെയായിരിക്കും പെരുമാറുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നേരത്തെ നമ്മൾ സംസാരിക്കാതെ പോയ ഒരു വിഷയം കൂടിയുള്ളത് തരൂരിനെ കോട്ടയത്ത് എത്തുമ്പോൾ കോട്ടയത്തിന്റെ പല പ്രധാനപ്പെട്ട നേതാക്കളും തരൂരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. തരൂരിന്റെ ഇത്തരം പരിപാടികൾക്ക് പിന്നിൽ നേരത്തെ ഗ്രൂപ്പിന്റെ ഒരു നിശബ്ദ പിന്തുണ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ചാണ്ടിയുമ്മൻ ഉൾപ്പെടെയുള്ളവർ നേരത്തെ നടത്തിയ നീക്കങ്ങളിൽ പലപ്പോഴും തരൂരിനെ ഫലത്തിൽ എല്ലാ ഘട്ടത്തിലും പ്രൊട്ടക്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിലും ചാണ്ടിക്കൊപ്പമുള്ള പലരും തരൂരിനെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തരൂരിനൊപ്പം യാത്ര ചെയ്യുന്നതിൽ ചിന്തു കുര്യൻ ജ്യോതിയെ പോലെ യൂത്ത് കോൺഗ്രസിന്റെ മുൻ ജില്ലാ അധ്യക്ഷനെ പോലെയുള്ളവർ ഉണ്ട് താനും. അതായത് ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങളിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഈ ഒരു ഗ്രൂപ്പിന്റെ പേരിലുള്ള അല്ലെങ്കിൽ തരൂരിനെ മാറ്റി നിർത്താനുള്ള നീക്കത്തിൽ ഗ്രൂപ്പിനുള്ള ഒരു അതൃപ്തി കൂടി ഫലത്തിൽ കാണേണ്ടി വരും. ഒരു കാര്യം കൂടിയുള്ളത്, ഇത്തരം പരിപാടികളിലൊക്കെ തരൂർ എത്തുന്നതിന് പിന്നിൽ ഗ്രൂപ്പിന്റെ കൂടി ഒരു ശ്രമമുണ്ടോ
എന്ന സംശയം കൂടി തീർച്ചയായും ഉണ്ട്. തീർച്ചയായും സഭകൾ സ്വതന്ത്രമായി സ്വാഭാവികമായും വിളിക്കുന്നു എന്ന് നമുക്ക് നിഷ്കളങ്കമായി അതാണ് തിരിച്ചു വരാം. ശ്രീ എൻ പലപ്പോഴും ശ്രീകുമാർ കോൺഗ്രസ് നിരീക്ഷകൻ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എൻ ശ്രീകുമാർ, സ്വതന്ത്രമായി ഏത് പരിപാടിക്കും ഏത് നേതാവിനെയും വിളിക്കാനുള്ള സ്വാതന്ത്ര്യം സഭകൾക്കുണ്ട്. സഭകളുടെ പരിപാടിയിൽ എത്ര ഉന്നത നേതാക്കൾ പങ്കെടുത്തിട്ടുണ്ട് നമുക്കറിയാം. പക്ഷേ തരൂർ ഇപ്പോൾ കേരളത്തിൽ ഒരുക്കിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. നിലപാട് മാറ്റം കൊണ്ട് കോൺഗ്രസിൽ തന്നെ പലരുടെയും മനസ്സിലെ വില്ലനായ നേതാവാണ് തരൂർ. ആ തരൂരിനെ തുടർച്ചയായി തങ്ങളുടെ പരിപാടികളിൽ വിളിക്കുന്നതിലൂടെ ക്രിസ്ത്യൻ സഭകൾ മറ്റെന്തെങ്കിലും ലക്ഷ്യം വെക്കുന്നുണ്ടോ? അങ്ങനെ ഒരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? ക്രിസ്ത്യൻ സഭകള് ശശി തരൂരിനെ ഇപ്പോൾ ക്ഷണിക്കുന്നത് വലിയ വാർത്താ പ്രാധാന്യമുള്ള വ്യക്തി എന്ന നിലയ്ക്ക് തന്നെയാണ്. അതിൽ കോൺഗ്രസിന് ഒരു വിരോധമില്ല. അദ്ദേഹം തിരുവനന്തപുരം MP ആണ്. അദ്ദേഹം ലോകത്ത് അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര നിരീക്ഷണത്തിലെ പാഠവും പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ അവർ വിളിക്കുന്നു. കാരണം ശശി തരൂര് എന്ന് പറയുന്ന കേരളത്തിലെ VIP തന്നെയാണല്ലോ. കാരണം മന്ത്രി അല്ലെങ്കിൽ MP MLA ആയതുകൊണ്ട് ഒരാൾ VIP ആകണമെന്നില്ല. VIP ആകുന്നത് മറ്റു ചില ഘടന കൊണ്ടാണ്. ഇത് മുൻകാലങ്ങളിലും ഇതുപോലെ തന്നെ ശശി തരൂർ കേരളത്തിൽ വന്ന് ഒരുപാട് സന്ദർശനങ്ങൾ നടത്തിയപ്പോൾ അന്ന് അദ്ദേഹത്തിന് ഒരുപാട് വേദി മലബാറിലും അതുപോലെ ക്രൈസ്തവ സഭകൾ NSS ഒക്കെ ഒരുക്കിയിരുന്നു. അതൊക്കെ അവർക്കും ഇപ്പൊ നിങ്ങളിപ്പോ ഈ വാർത്ത കൊടുത്തു തന്നെ ശശി തരൂരിനെ അവർ ക്ഷണിച്ചോണ്ടല്ലേ സഭയ്ക്കായി ഈ വാർത്ത കിട്ടിയത്. അത്രേ ഉള്ളതല്ലേ, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അങ്ങനെ ഒരു ലക്ഷ്യങ്ങളൊന്നും താങ്കൾ സംശയിക്കുന്നില്ല. പക്ഷെ അപ്പോഴും ഒരു രൂപത അവരുടെ പരിപാടിക്ക് ഒരു MP-യെ ഒരു അറിയപ്പെടുന്ന നേരത്തെ പറഞ്ഞതുപോലെ എത്ര നേതാക്കൾ സഭകളുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അവർക്കത് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഉന്നതരായ പലരെയും സഭകൾക്ക് വിളിക്കാം, യാതൊരു സംശയമില്ല. ആരെ വിളിച്ചാലും സഭകളുടെ പരിപാടിയിൽ സ്വാഭാവികമായും പങ്കെടുക്കും. ഇവിടെ കോൺഗ്രസുമായി കലഹിക്കുന്ന തരൂരാണ്. നമുക്കറിയാം തരൂരിനെ ഇങ്ങനെ തുടർച്ചയായി 10 മിനിറ്റൊക്കെ വേദിയിൽ സമയം നൽകുമ്പോൾ ആ പാർട്ടിക്ക് ഉണ്ടാക്കുന്ന അസ്വാരസ്യം ചെറുതൊന്നും ആയിരിക്കില്ല. അതുകൂടി മനസ്സിലാക്കിയുള്ള നിലപാടാണെങ്കിലോ സഭകളുടേത്? സഭകൾ അരമണിക്കൂർ പ്രസംഗിക്കാൻ കൊടുത്താൽ പോലും ഒന്നുമില്ല. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരുപാട് കാലമായിട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ അറിയാം. അവർക്ക് ആരെയൊക്കെ പിന്തുണയ്ക്കണമെന്നറിയാം. കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ശശി തരൂര് കോൺഗ്രസുമായി കലഹിക്കുന്നു നിങ്ങൾ പറഞ്ഞു. അദ്ദേഹം കലഹിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹത്തിന്റെ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നു. പൊക്കോട്ടെന്ന് കോൺഗ്രസും പറയുന്നു. അത്രേ ഉള്ളൂ. അതിൽ വേറെ ഒരു വിഷയമില്ല. ഇപ്പൊ ശശി തരൂരിനെ വിളിച്ചിട്ട് ഒരു പരിപാടിക്ക് പങ്കെടുപ്പിക്കുന്നുണ്ട്. കോൺഗ്രസിന് എന്താ വിരോധം? അവിടെ ജോർജ് കുര്യനുണ്ട്. ജോർജ് കുര്യൻ 6 മിനിറ്റ്, ശശി തരൂരിന്റെ 10 മിനിറ്റ്. ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയാണല്ലോ. പക്ഷെ ശശി തരൂര് കേന്ദ്രമന്ത്രിയല്ല. പക്ഷെ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനാണ്, ഒരു പ്രസംഗവേദി. ശശി തരൂർ നല്ല പ്രഭാഷകനായിരിക്കും. അദ്ദേഹം അവിടെ പോയിട്ട് നല്ലൊരു പ്രഭാഷണം നടത്തട്ടെ. അതിന് അത്തരത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ പ്രഭാഷകൻ എന്ന രീതിയിലും പാർട്ടിയുടെ തിരുവനന്തപുരം MP എന്ന രീതിയിലും അന്തർദേശീയ തലത്തിലൊക്കെ ഏറെ പ്രശസ്തനായ നേതാവ് നിലയിലൊക്കെ പാർട്ടിക്ക് അംഗീകരിക്കാം, സ്വാഭാവികമാണ്. അത് പാർട്ടിക്ക് അഭിമാനവുമാണ്. പക്ഷേ സമീപകാലത്ത് സ്വീകരിക്കുന്ന നിലപാടാണല്ലോ പ്രശ്നം. അതിനെതിരെ ഉണ്ണിത്താനും മുരളീധരനും ഒക്കെ രംഗത്ത് വന്ന പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. ഒപ്പം